ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 31 ശ്ലോകം. യഥാന സംസ്പൃശേത് സൂത്രം പുഷ്പാണാമുത്തമാദിത തഥാനൈകം സർവഗം മാം ദേഹാനാമുത്തമാദിത. യഥാ എപ്രകാരമാണോ പുഷ്പാണാം ഉത്തമാദിത പൂക്കളുടെ നന്മ തിന്മകളൊന്നും സൂത്രം ന സ്പൃശ്യേത് ചരടിനെ ബാധിക്കാതിരിക്കുന്നത് തഥാ അപ്രകാരം ദേഹാനാം ഉത്തമാദിത ദേഹങ്ങളുടെ നന്മ തിന്മകളൊന്നും സർവഗമ്മാം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന എന്നെ ഏകം ന സ്പൃശേത് ലേശവും ബാധിക്കുന്നില്ല തന്നെ. എപ്രകാരമാണോ പൂക്കളുടെ നന്മ തിന്മകളൊന്നും ചരടിനെ ബാധിക്കാതിരിക്കുന്നത് അപ്രകാരം ദേഹങ്ങളുടെ നന്മ തിന്മകളൊന്നും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന എന്നെ ലേശവും ബാധിക്കുന്നില്ല തന്നെ. നൈകം സർവഗം സ്പൃശേത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ മറ്റൊന്നിൻ്റെയും ഗുണദോഷങ്ങൾ ലേശവും ബാധിക്കുന്നില്ല. ഏതുപോലെ ചരടിൽ കോർത്തിരിക്കുന്ന പൂക്കളുടെ ഗുണദോഷങ്ങൾ ചരടിനെ ബാധിക്കാതിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ബോധം. അതുകൊണ്ട് തന്നെ അത് സർവവ്യാപിയാണ്. സർവവ്യാപിയായ ഒരു പരമകാരണത്തിൽ യഥാർത്ഥത്തിൽ മറ്റൊന്നും ഉണ്ടായിരിക്കാൻ തന്നെ സാധ്യമല്ല. പിന്നെ പലത് തോന്നുന്നതോ കാനൽ ജലം പോലെ കാണപ്പെടുന്ന മായാദൃശ്യങ്ങൾ മാത്രം. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമിയെ നനയ്ക്കാറില്ലല്ലോ. അതുപോലെ ഒരു മായാദൃശ്യത്തിനും ബോധസത്യത്തിൽ ലേശം പോലും കളങ്കം ചേർക്കാൻ സാധ്യമേയല്ല. ഇനിയും ദേഹങ്ങളൊക്കെ നശിച്ചാലും ബോധസത്യത്തിന് ഒരു കേടും പറ്റുന്നില്ലെന്നും പ്രസ്തുത ദൃഷ്ടാന്തം കൊണ്ടുകൂടി വ്യക്തമാക്കുന്നു. 32 പുഷ്പേഷു തേഷു നഷ്ടേഷു യദ്വത് സൂത്രം ന നശ്യതി തഥാ ദേഹേഷു നഷ്ടേഷു നൈവ നശ്യാമ്യഹം സദാ. തേഷു പുഷ്പേഷു നഷ്ടേഷു ആ പൂക്കൾ നശിക്കുമ്പോൾ യദ്വത് ഏതുപോലെയാണോ സൂത്രം ന നശ്യതി ചരട് നശിക്കാതിരിക്കുന്നത് തഥാ അതുപോലെ ദേഹേഷു നഷ്ടേഷു ദേഹങ്ങൾ നശിക്കുമ്പോൾ സദാ ഒരിക്കലും അഹം ന നശ്യാമി ഏവ ഞാൻ നശിക്കുന്നില്ല തന്നെ. ആ പൂക്കൾ നശിക്കുമ്പോൾ ഏതുപോലെയാണോ ചരട് നശിക്കാതിരിക്കുന്നത് അതുപോലെ ദേഹങ്ങൾ നശിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നശിക്കുന്നില്ല തന്നെ. നൈവ നശ്യാമ്യഹം സദാ ബോധം ഒരിക്കലും നശിക്കുന്നില്ല തന്നെ. എപ്പോൾ ദേഹങ്ങളൊക്കെ നശിച്ചാലും ഏതുപോലെ പൂക്കളൊക്കെ നശിച്ചാലും അവയെ കോർത്തിരിക്കുന്ന ചരട് നശിക്കാതിരിക്കുന്നത് പോലെ ബോധം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. പരമകാരണം അജവും അമരവും നിർവികാരവും ആയിരുന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ ദേഹദൃശ്യങ്ങൾക്ക് അതിൽ ആവർത്തിച്ചുണ്ടായി മറയാൻ കഴിയൂ. പരമകാരണമായ ബോധവും നശിക്കുന്നു എന്ന് വന്നാൽ ദേഹാദി ദൃശ്യങ്ങൾ പിന്നെ എവിടെ ഉണ്ടായി മറയും? അതുകൊണ്ട് എന്തൊക്കെ എത്ര പ്രാവശ്യം ഉണ്ടായി മറഞ്ഞാലും പരമകാരണമായ ബോധത്തിന് ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല എന്നറിയേണ്ടതാണ്. പരമകാരണമായ ബോധത്തിന് നാനാത്വമോ ഗുണദോഷ സംസ്പർശമോ നാശമോ സംഭവിക്കുന്നില്ലെന്ന് മറ്റൊരു ദൃഷ്ടാന്തം കൊണ്ടുകൂടി തെളിയിക്കാൻ ഒരുമ്പെടുകയാണ് അടുത്ത 3 പദ്യങ്ങളിൽ. 33 ശ്ലോകം. പര്യങ്കരജ്ജുരന്ധ്രേഷു നാനേവൈകാപി സൂര്യഭാ ഏകോപ്യേന കവദ്ഭാതി തഥാ ക്ഷേത്രേഷു സർവഗഃ. ഏകോ അപി സൂര്യഭാ ഒന്നാണെങ്കിലും സൂര്യപ്രകാശം പര്യങ്കരജ്ജുരന്ധ്രേഷു കട്ടിൽ വരിഞ്ഞിരിക്കുന്ന ചരടിൻ്റെ ദ്വാരങ്ങളിൽ കൂടി
നാനാ ഇവ അനേകമായി കാണാൻ ഇടവരുന്നു. തഥാ അതുപോലെ ഏകഹ അപി ഒന്നാണെങ്കിലും സർവഗഹ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം ക്ഷേത്രേഷു ദേഹങ്ങളിൽ അനേകവത് ഭാതി അനേകമെന്ന പോലെ പ്രകാശിക്കാൻ ഇടവരുന്നു. ഒന്നാണെങ്കിലും സൂര്യപ്രകാശം കട്ടിൽ വരിഞ്ഞിരിക്കുന്ന ചരടിൻ്റെ ദ്വാരങ്ങളിൽ കൂടി അനേകമായി കാണാൻ ഇടവരുന്നു. അതുപോലെ ഒന്നാണെങ്കിലും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം ദേഹങ്ങളിൽ അനേകമെന്ന പോലെ പ്രകാശിക്കാൻ ഇടവരുന്നു. 34-ാം ശ്ലോകം. രജ്ജുരന്ധ്രസ്ഥദോഷാദി സൂര്യഭാം ന സ്പൃശേദ്യഥാ തഥാ ക്ഷേത്രസ്ഥദോഷാദി സർവഗമ്മാം ന സംസ്പൃശേത്. രജ്ജുരന്ധ്രസ്ഥദോഷാദി ചരടിൻ്റെ ദ്വാരങ്ങളിലുള്ള പൊടി മുതലായ ദോഷങ്ങൾ യഥാ എപ്രകാരമാണോ സൂര്യഭാം സൂര്യപ്രകാശത്തെ ന സ്പൃശേത് ബാധിക്കാതിരിക്കുന്നത് തഥാ അതുപോലെ സർവഗമ്മാം സർവവ്യാപിയായ എന്നെ ക്ഷേത്രസ്ഥ ദോഷാദി ദേഹങ്ങളുടെ ജനന മരണാദി ദോഷങ്ങളൊന്നും ന സംസ്പൃശേത് ബാധിക്കുന്നതേയില്ല. ചരടിൻ്റെ ദ്വാരങ്ങളിലുള്ള പൊടി മുതലായ ദോഷങ്ങൾ എപ്രകാരമാണോ സൂര്യപ്രകാശത്തെ ബാധിക്കാതിരിക്കുന്നത് അതുപോലെ സർവവ്യാപിയായ എന്നെ ദേഹങ്ങളുടെ ജനന മരണാദി ദോഷങ്ങളൊന്നും ബാധിക്കുന്നതേയില്ല. 35-ാം ശ്ലോകം. തദ്രജ്ജുരന്ധ്രനാശേഷു നൈവ നശ്യതി സൂര്യഭാ തഥാ ക്ഷേത്രവിനാശേഷു നൈവ നശ്യതി സർവഗഃ. തദ്രജ്ജുരന്ധ്രനാശേഷു ചരടിലെ ദ്വാരങ്ങളൊക്കെ നശിച്ചാലും സൂര്യപ്രകാശം ന നശ്യതി ഏവ നശിക്കുന്നില്ല തന്നെ. തഥാ അതുപോലെ ക്ഷേത്രവിനാശേഷു ദേഹങ്ങൾ നശിച്ചാലും സർവഗഃ സർവവ്യാപിയായ ബോധം ന നശ്യതി ഏവ നശിക്കുന്നില്ല തന്നെ. ചരടിലെ ദ്വാരങ്ങളൊക്കെ നശിച്ചാലും സൂര്യപ്രകാശം നശിക്കുന്നില്ല തന്നെ. അതുപോലെ ദേഹങ്ങൾ നശിച്ചാലും സർവവ്യാപിയായ ബോധം നശിക്കുന്നില്ല തന്നെ. ന നശ്യതി സർവഗഃ സർവവ്യാപിയും അജവും അമരവുമായ അഖണ്ഡബോധമാണ് ജഗത്തിൻ്റെ പരമകാരണം. ഈ അദ്വൈത ബോധത്തെ അറിഞ്ഞനുഭവിക്കുന്നയാളിന് എല്ലാ ജീവിത ഭയങ്ങളും അകന്നുകിട്ടുന്നു. സത്യത്തിൻ്റെ അദ്വൈത രൂപം ശുദ്ധമായി വെളിപ്പെടുത്തുന്നവയാണ് ദൃഷ്ടാന്തങ്ങൾ. ദൃഷ്ടാന്തങ്ങളൊന്നും അനിർവചനീയമായ സത്യത്തോട് പൂർണ്ണ സാദൃശ്യമുള്ളവയാകാൻ ഒരിക്കലും സാധ്യമല്ല. ഒരിക്കൽ കൂടി വായിക്കാം. ദൃഷ്ടാന്തങ്ങളൊന്നും അനിർവചനീയമായ സത്യത്തോട് പൂർണ്ണ സാദൃശ്യമുള്ളവയാകാൻ ഒരിക്കലും സാധ്യമല്ല. ആവർത്തിച്ചുള്ള മനനം മാത്രമേ അദ്വൈതാനുഭൂതി ഉറപ്പുവരുത്തൂ. ആവർത്തിച്ചുള്ള മനനം മാത്രമേ അദ്വൈതാനുഭൂതി ഉറപ്പുവരുത്തൂ. അതിനുള്ളവയായി മാത്രമേ ദൃഷ്ടാന്തങ്ങളെ കണക്കാക്കാവൂ. ജഡദൃശ്യങ്ങളൊന്നും തന്നെ ബോധസത്യമാകാൻ സാധ്യമല്ലെന്ന് യുക്തിയുക്തമായും വിശദമായും പ്രതിപാദിക്കാൻ ഒരുമ്പെടുകയാണ് ഇനി ആചാര്യൻ. ദേഹോനാഹം പ്രദൃശ്യത്വാദ് ഭൗതികത്വാദ് ന ചേന്ദ്രിയം പ്രാണോനാഹമനേകത്വാദ് മനോനാശം ചലത്വതഃ. അഹം ബോധരൂപനായ ഞാൻ ന ദേഹഃ ദേഹമല്ല പ്രദൃശ്യത്വാദ് ദേഹം വ്യക്തമായി ദൃശ്യമായതുകൊണ്ട് നച ഇന്ദ്രിയം ബോധരൂപനായ ഞാൻ ഇന്ദ്രിയവുമല്ല ഭൗതികത്വാദ് ഇന്ദ്രിയമെല്ലാം ജഡഭൂതങ്ങൾ ചേർന്നുണ്ടായവയായതുകൊണ്ട് അഹം ന പ്രാണഃ ഞാൻ പ്രാണനുമല്ല അനേകത്വാദ് പ്രാണൻ അനേകമായതുകൊണ്ട് അഹം ന മനഃ ഞാൻ മനസ്സുമല്ല ചഞ്ചലത്വാദ് മനസ്സ് ചഞ്ചലമായതുകൊണ്ട് ബോധരൂപനായ ഞാൻ ദേഹമല്ല ദേഹം വ്യക്തമായും ദൃശ്യമായതുകൊണ്ട് ബോധരൂപനായ ഞാൻ ഇന്ദ്രിയവുമല്ല ഇന്ദ്രിയമെല്ലാം ജഡഭൂതങ്ങൾ ചേർന്നുണ്ടായവയായതുകൊണ്ട് ഞാൻ പ്രാണനുമല്ല പ്രാണൻ അനേകമായതുകൊണ്ട് ഞാൻ മനസ്സുമല്ല മനസ്സ് ചഞ്ചലമായതുകൊണ്ട്. ബോധവും ജഡവും അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ പോലും ബോധം ജഡം എന്നിങ്ങനെ രണ്ടു പദാർത്ഥങ്ങളെ എവിടെയും
വേർതിരിയാനുള്ളൂ. ഇതിൽ ഉണ്ട് എന്ന ഉണ്മയുടെ അനുഭവം ബോധത്തിനു മാത്രം. ബോധത്തിൻ്റെ ഉണ്മയുടെ വെളിച്ചത്തിലാണ് മറ്റെല്ലാം ഉള്ളതായിത്തീരുന്നത്. ഈ നിലയിൽ നോക്കുമ്പോൾ ജഗത്തായി കാണപ്പെടുന്ന നിലനിൽപ്പിൻ്റെ പരമകാരണം ബോധമാണെന്ന് തീരുമാനിക്കാം. എന്തുകൊണ്ട്? ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് ബോധം പരമകാരണമാണെങ്കിൽ വ്യക്തമായി വേർതിരിയുമ്പോൾ അത് അജവും അമരവും നിർവികാരവും സർവവ്യാപിയുമായിരുന്നേ പറ്റൂ. എന്തുകൊണ്ട്? ഈ നിലയിലൊക്കെയുള്ള ഒന്നിനു മാത്രമേ പരമകാരണത്വം സാധ്യമാവൂ. അതുകൊണ്ട് ഭാരതീയരായ ഋഷിമാർ ഈ നിലയിൽ ഏകവും അഖണ്ഡവുമായ ബോധത്തെ സാക്ഷാത്കരിച്ച് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ പരമകാരണമായ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ അതിലുണ്ടെന്ന് തോന്നുന്ന ജഡത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതിലുണ്ടെന്ന് തോന്നുന്ന, ബോധത്തിലുണ്ടെന്ന് തോന്നുന്ന ജഡത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യത്വം, ഭൗതികത്വം, അനേകത്വം, ചഞ്ചലത്വം, വികാരിത്വം, ജഡത്വം, വിനാശിത്വം. ഇവയൊക്കെയാണ് ജഡധർമ്മങ്ങൾ. ഒരു സത്യാന്വേഷി ഈ ബോധ ജഡധർമ്മങ്ങൾ മനനം ചെയ്ത് ജഡങ്ങളെ മാറ്റി നിർത്തി തൻ്റെ സ്വരൂപമായ ബോധത്തെ അഖണ്ഡാദ്വൈതമായി വേർതിരിച്ച് അറിയേണ്ടതാണ്. പ്രസ്തുത പദ്യം മുതൽ അതിനുള്ള മനനപ്രകാരമാണ്. ദേഹം കാണപ്പെടുന്ന പദാർത്ഥമാണ്, ബോധമാണ് കാണുന്നവൻ. ബോധം ദൃക്ക്, ദേഹം ദൃശ്യം. ഒരിടത്തും ദൃക്കും ദൃശ്യവും ഒന്നാകാൻ പറ്റുകയില്ലല്ലോ. ദൃക്കിൻ്റെ മുൻപിലേ ദൃശ്യത്തിന് നിലനിൽപ്പുള്ളൂ. ദൃശ്യമായതുകൊണ്ടു തന്നെ ഞാൻ ദേഹമല്ല. പഞ്ചഭൂതങ്ങളെല്ലാം ഈ നിലയിൽ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് അവ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഇന്ദ്രിയങ്ങളുമൊന്നും ബോധരൂപനായ ഞാനല്ല. പ്രാണനും ഞാനല്ല. ഉണ്ടായി മറയുന്ന എണ്ണമറ്റ സ്പന്ദനങ്ങളുടെ പ്രവാഹമാണ് പ്രാണൻ. ഉണ്ടായി മറയുന്ന എണ്ണമറ്റ സ്പന്ദനങ്ങളുടെ പ്രവാഹമാണ് പ്രാണൻ. അനേകത്വം ജഡധർമ്മമാണ്. ഞാൻ മനസ്സുമല്ല. മാറി മാറി വരുന്ന വിചാരവികാരങ്ങളാണ് മനസ്സ്. അതുകൊണ്ട് മനസ്സ് ചഞ്ചലമാണ്. ചഞ്ചലത്വം ജഡധർമ്മമാണ്. 37-ാം ശ്ലോകം. ബുദ്ധിർനാഹം വികാരിത്വാത് തമോനാഹം ജഡത്വതഃ ദേഹേന്ദ്രിയാദികം നാഹം വിനാശിത്വാത് ഘടാധിപത്. അഹം ന ബുദ്ധി, ഞാൻ ബുദ്ധിയുമല്ല. വികാരിത്വാത്, ഉണ്ടായി മറയുകയെന്ന വികാരം ബുദ്ധിയിലും കാണപ്പെടുന്നത് കൊണ്ട്. അഹം ന തമഹ, ഞാൻ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടുമല്ല. ജഡത്വതഃ, ഇരുട്ട് ഒരനുഭവമില്ലാത്ത ജഡമായതുകൊണ്ട്. അഹം ന ദേഹേന്ദ്രിയാദികം, ഞാൻ ദേഹവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ചു ചേർന്ന വസ്തുവുമല്ല. ഘടാധിപത് വിനാശിത്വാത്, കുടവും മറ്റും പോലെ നശിച്ചു പോകുന്നതായതുകൊണ്ട്. ഞാൻ ബുദ്ധിയല്ല. ഉണ്ടായി മറയുക എന്ന വികാരം ബുദ്ധിയിലും കാണപ്പെടുന്നത് കൊണ്ട്. ഞാൻ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടുമല്ല. ഇരുട്ട് ഒരനുഭവവുമില്ലാത്ത ജഡമായതുകൊണ്ട്. ഞാൻ ദേഹവും ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് ചേർന്ന വസ്തുവുമല്ല. കുടവും മറ്റും പോലെ നശിച്ചു പോകുന്നതായതുകൊണ്ട്. 38-ാം ശ്ലോകം. ദേഹേന്ദ്രിയ മനോബുദ്ധ്യജ്ഞാനാനി ഭാസയൻ അഹങ്കാരം തഥാ ഭാമി ചൈതേഷാം അഭിമാനിനം. ദേഹേന്ദ്രിയ മനോബുദ്ധ്യജ്ഞാനാനി, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അജ്ഞാനം എന്നിവയെ ഭാസയൻ പ്രകാശിപ്പിക്കുന്നതുപോലെ തഥാ അഹങ്കാരം ച, അപ്രകാരം അഹങ്കാരത്തെയും ഭാമി, ഞാൻ പ്രകാശിപ്പിക്കുന്നു. തേഷാം അഭിമാനിനം, ദേഹേന്ദ്രിയ മനോബുദ്ധ്യജ്ഞാനങ്ങളിൽ അഭിമാനം കൊള്ളുന്നവനാണ് അഹങ്കാരം. ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അജ്ഞാനം എന്നിവയെ പ്രകാശിപ്പിക്കുന്നത് പോലെ അപ്രകാരം അഹങ്കാരത്തെയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദേഹേന്ദ്രിയ മനോബുദ്ധ്യജ്ഞാനങ്ങളിൽ അഭിമാനം കൊള്ളുന്നവനാണ് അഹങ്കാരം. അഹങ്കാരം തഥാഭാമി, അപ്രകാരം ഞാൻ അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നു. എപ്രകാരം? ദേഹം, മനസ്സ്, മനസ്സിൻ്റെ നിശ്ചയരൂപമായ ബുദ്ധി,
ഇരുട്ട് എന്നിവയെ പ്രകാശിപ്പിക്കുന്നത് പോലെ ദേഹം മുതലായവയെ ഞാൻ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അവ ദൃശ്യങ്ങളാണ്. അതുപോലെ ശുദ്ധബോധരൂപനായ ഞാൻ പ്രകാശിപ്പിക്കുന്നതായതുകൊണ്ട് അഹങ്കാരവും ദൃശ്യമാണ്. ദൃശ്യമായതുകൊണ്ട് അഹങ്കാരം ഞാനല്ലെന്ന് താൽപ്പര്യം. ഞാൻ ഞാൻ എന്നിങ്ങനെ ജഡശബ്ദവുമായി ചേർന്ന് ശുദ്ധബോധത്തിൽ പൊന്തിമറയുന്ന ഒരു വികാരദൃശ്യമാണ് അഹങ്കാരം. ദേഹാദി ജഡങ്ങളിൽ എൻ്റേതെന്ന് അഭിമാനം കൊള്ളുന്ന ഈ അഹങ്കാരവും ഞാനല്ലെന്ന് താൽപ്പര്യം. അഹങ്കാരത്തെ പോലും പ്രകാശിപ്പിക്കുന്നതും ശുദ്ധവും അഖണ്ഡവുമാണ് ആത്മാവെന്ന് അറിയേണ്ടതാണ്. വെള്ളത്തിൽ കുമിളയെന്ന പോലെ അഖണ്ഡബോധത്തിൽ പൊന്തുന്ന ഒരു ഭ്രമദൃശ്യമാണ് അഹങ്കാരം. എന്തിനേറെ ദൃശ്യമായ ഈ ജഗത്ത് ഞാനാകാനേ സാധ്യമല്ല. ദൃശ്യമായ ഈ ജഗത്തിനെയും അഹങ്കാരത്തെയും നിർവികാരനായി പ്രകാശിപ്പിച്ച് സാക്ഷിയായി വിളങ്ങുന്ന അഖണ്ഡബോധമാണ് ഞാൻ അഥവാ ആത്മാവ്. 39-ാം ശ്ലോകം. സർവം ജഗദിദം നാഹം വിഷയത്വാദിദം ധിയഃ അഹം നാഹം സുഷുപ്ത്യാദൗ അഹമസാക്ഷിദഃ സദാ. സർവം ഇതം ജഗത്, ഇക്കാണുന്ന പ്രപഞ്ചമൊന്നും അഹം ന, ഞാനല്ല. ഇതം ധിയഃ വിഷയത്വാത്, ഇത് എന്ന അറിവിന് വിഷയമായതുകൊണ്ട്. സുഷുപ്ത്യാദൗ, ഉറക്കം തുടങ്ങിയ അവസ്ഥകളിലെ അഹം, ഞാനെന്ന അനുഭവം അഹം ന, ഞാനല്ല. സദാ അഹമഹ സാക്ഷിതഃ, സദാ ആ ഞാനിനെയും സാക്ഷിരൂപത്തിൽ പ്രകാശിപ്പിച്ചു വിളങ്ങുന്ന അഖണ്ഡബോധമാണ് ഞാൻ. ഇക്കാണുന്ന പ്രപഞ്ചമൊന്നും ഞാനല്ല. ഇത് എന്ന അറിവിന് വിഷയമായതുകൊണ്ട് ഉറക്കം തുടങ്ങിയ അവസ്ഥകളിലെ ഞാനെന്ന അനുഭവവും ഞാനല്ല. സദാ ആ ഞാനിനെയും സാക്ഷിരൂപത്തിൽ പ്രകാശിപ്പിച്ചു വിളങ്ങുന്ന അഖണ്ഡബോധമാണ് ഞാൻ. അഹമഹ സാക്ഷിതഃ സദാ, ഞാൻ എന്ന ജീവഭാവത്തെയും സദാ സാക്ഷിരൂപത്തിൽ പ്രകാശിപ്പിച്ചു വിളങ്ങുന്ന അഖണ്ഡബോധമാണ് പരമസത്യം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവാവസ്ഥകളാണല്ലോ ജീവാത്മാവിനുള്ളത്. ഈ 3 അവസ്ഥകളിലും വർത്തിച്ചുകൊണ്ട് ജീവാത്മാവ് ഇത് എന്ന ബുദ്ധി പുലർത്തി ജഗത്തിനെ അനുഭവിക്കുന്നു. ഇത് സൂര്യൻ, ഇത് സിംഹം, ഇത് ഇരുട്ട് എന്നിങ്ങനെ ഇതെന്നു പറഞ്ഞാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ഞാൻ ഇത് കണ്ടു, ഞാൻ ഇത് കേട്ടു എന്നിങ്ങനെ ഞാനെന്ന ജീവാത്മാവാണ് അനുഭവിക്കുന്നയാൾ. ഈ അനുഭവം കൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കുന്നയാളും ഇത് അനുഭവിക്കുന്ന ദൃശ്യവുമാണെന്ന് സ്പഷ്ടം. അനുഭവിക്കുന്ന ദൃശ്യം ഒരിക്കലും അനുഭവിക്കുന്നയാളാകാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഇത് എന്ന ബുദ്ധിക്ക് വിഷയമാകുന്ന പ്രപഞ്ചമൊന്നും ഞാനല്ല എന്ന് തീർച്ച. എന്നാൽ ഇവിടത്തെ ഞാൻ എന്ന അനുഭവത്തെ സത്യമെന്നു കരുതാമോ? ആ ഞാനും പരമസത്യമല്ല. അഖണ്ഡബോധതലത്തിൽ പൊന്തി മറഞ്ഞ് അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ. എങ്ങനെ അറിയാം? ഞാൻ എന്നുച്ചരിച്ചാലല്ലേ ഞാനിൻ്റെ അനുഭവമുള്ളൂ. ശബ്ദമുച്ചരിക്കുമ്പോൾ ഞാൻ പൊന്തുന്നു, ഉച്ചരിക്കാതിരിക്കുമ്പോൾ ഞാൻ മറയുന്നു. അതുകൊണ്ട് ഞാനിനെ സാക്ഷിരൂപത്തിൽ സദാ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനാധാരമായി വിളങ്ങുന്ന അഖണ്ഡ അദ്വയ നിശ്ചല ബോധമാണ് പരമസത്യം. ഞാനിനെ ബോധപൂർവം ഉപശമിപ്പിച്ചാൽ ആർക്കും ഈ അഖണ്ഡബോധം അവനവൻ്റെ സ്വരൂപമായി തെളിയുന്നു. സാക്ഷിരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ സുഖദുഃഖങ്ങളൊന്നും സ്പർശിക്കാതെ നിസ്സംഗഭാവത്തിൽ എന്നർത്ഥം. സാക്ഷിരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിൻ്റെ സുഖദുഃഖങ്ങളൊന്നും സ്പർശിക്കാതെ നിസ്സംഗഭാവത്തിൽ എന്നർത്ഥം. ഒരു നാടകരംഗത്തെ വിളക്കുപോലെ ഞാനും ജഗത്തുമൊക്കെ മാഞ്ഞു മറഞ്ഞാലും അഖണ്ഡബോധം അവ്യയമായി അവശേഷിക്കും എന്നർത്ഥം. ഒരു സത്യാന്വേഷി ഇക്കാര്യമെല്ലാം നല്ല പോലെ മനനം ചെയ്ത് സ്വസ്വരൂപമായ ആനന്ദ അഖണ്ഡബോധത്തെ തിരിച്ചറിയേണ്ടതാണ്. അഖണ്ഡബോധം നിർവികാരമായിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ സാക്ഷിയായി നിന്ന്
പ്രകാശിപ്പിക്കുന്നത് എന്ന് എങ്ങനെ അറിയാം? സുഷുപ്തൗ യഥാ നിർവികാരസ്തഥാവസ്ഥാദ്വയേപി ച ദ്വയോർമാത്രാഭിയോനയോഗേന വികാരീവ വിഭാമ്യഹം. സുഷുപ്തൗ നിർവികാരഃ യഥാ. ഉറക്കത്തിൽ ആത്മാവ് എപ്രകാരമാണോ നിർവികാരമായി സ്ഥിതി ചെയ്യുന്നത്, തഥാ അപ്രകാരം തന്നെയാണ് അവസ്ഥാദ്വയേ അപിച മറ്റു രണ്ടവസ്ഥകളായ ജാഗ്രത്തിലും സ്വപ്നത്തിലും. ദ്വയോഹോ ജാഗ്രത്തിലും സ്വപ്നത്തിലും മാത്രാഭിയോഗേന ജഡപദാർത്ഥങ്ങളുമായി ബന്ധം വന്നു ചേരുന്നത് കൊണ്ട് വികാരി ഇവ വികാരി എന്ന പോലെ അഹം വിഭാമി ഞാനെന്ന ബോധം തോന്നാൻ ഇടവരുന്നു. ഉറക്കത്തിൽ ആത്മാവ് എപ്രകാരമാണോ നിർവികാരമായി സ്ഥിതി ചെയ്യുന്നത് അപ്രകാരം തന്നെയാണ് മറ്റു രണ്ടവസ്ഥകളായ ജാഗ്രത്തിലും സ്വപ്നത്തിലും. ജാഗ്രത്തിലും സ്വപ്നത്തിലും ജഡവിഷയങ്ങളുമായി ബന്ധം വന്നു ചേരുന്നത് കൊണ്ട് വികാരി എന്ന പോലെ ഞാനെന്ന ബോധം തോന്നാനിടവരുന്നു. വികാരീവ വിഭാമ്യഹം. ഞാൻ എന്ന ജീവബോധം വികാരി എന്ന പോലെ തോന്നാനിടവരുന്നു. എപ്പോൾ? ജാഗ്രത്തിലും സ്വപ്നത്തിലും. എന്തുകൊണ്ട്? ജഡവിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട്. ഇങ്ങനെ ബന്ധപ്പെട്ട് വികാരിയെപ്പോലെ തോന്നാനിടവരുന്ന ബോധത്തിനെയാണ് ജീവാത്മാവെന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ എന്ന ജീവബോധം വികാരി എന്ന പോലെ തോന്നാനിടവരുന്നു. എപ്പോൾ? ജാഗ്രത്തിലും സ്വപ്നത്തിലും. എന്തുകൊണ്ട്? ജഡവിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട്. ഇങ്ങനെ ബന്ധപ്പെട്ട് വികാരിയെപ്പോലെ തോന്നാനിടവരുന്ന ബോധത്തിനെയാണ് ജീവാത്മാവെന്ന് വിളിക്കുന്നത്. ജീവാത്മാവിൻ്റെ ഈ വികാരിത്വം പോലും താൽക്കാലികമാണെന്ന് അറിയേണ്ടതാണ്. നാടകരംഗത്തെ വിളക്കിനുണ്ടെന്ന് തോന്നുന്ന വികാരം പോലെ. നാടകരംഗത്തെ വിളക്ക് രംഗസംവിധാനങ്ങളും വേഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവയുടെ നിറവും മറ്റും ദീപത്തെ വികാരപ്പെടുത്തുന്നത് പോലെ തോന്നാനിടവരുന്നു. എന്നാൽ ദീപത്തിനൊരു വികാരവും സംഭവിക്കുന്നില്ലെന്നുള്ളതാണല്ലോ വാസ്തവം. രംഗസംവിധാനങ്ങളും വേഷങ്ങളും മാറ്റി നോക്കിയാൽ അക്കാര്യം നല്ല പോലെ തെളിയുകയും ചെയ്യും. അതുപോലെ ഞാനെന്ന ബോധത്തിനും വിഷയസമ്പർക്കം മാറുമ്പോൾ വികാരിത്വം ഇല്ലാതാകുന്നു. എപ്പോൾ? ഉറക്കത്തിൽ ഞാൻ എന്ന ബോധം ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ട് ആനന്ദരൂപിയായിട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വികാരമൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ രാജാവിനും ഭിക്ഷാന്തേഹിക്കും കടുവയ്ക്കും കലമാനിനും ഉറക്കം ഒരുപോലെ സുഖകരമായിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബോധത്തിന് ജാഗ്രത് സ്വപ്നങ്ങളിലെ വികാരിത്വം പോലും വിഷയസമ്പർക്കം കൊണ്ടുണ്ടാകുന്ന താൽക്കാലിക ഭ്രമം മാത്രമാണ്. ബോധം ശുദ്ധരൂപത്തിൽ അഖണ്ഡവും ആനന്ദസ്വരൂപവുമാണെന്ന് ഇങ്ങനെ വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. ബോധത്തിനുണ്ടെന്ന് തോന്നുന്ന വികാരിത്വം വിഷയബന്ധം കൊണ്ടുണ്ടാകുന്ന താൽക്കാലിക ഭ്രമമാണെന്നാണ് ഇനി ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കാൻ ഒരുമ്പിടുകയാണ്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.